ഹായ് ബേബീസ്. ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് പേപ്പർ സോപ്പ്. അതുണ്ടാക്കിയാലോ നമുക്കിന്ന്? പുറത്തുനിന്ന് വെറും 40 രൂപയല്ലേ ഉള്ളൂ, ഒന്ന് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചവർക്കാണ്. എനിക്കെല്ലാം ഒന്ന് ഹോം മെയ്ഡ് ആയി ഉണ്ടാക്കി നോക്കണം. അതാണ് ഇന്റെ ഒരു രീതി. ഏകദേശം ഇതേപോലെയൊക്കെ ഇരിക്കും. അപ്പൊ ഒന്ന് ഉണ്ടാക്കിയാലോ? വേണ്ടവർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ എടുക്കാം. ഒരു കവർ കട്ട് ചെയ്തിട്ട് നല്ല വലുപ്പത്തിൽ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു പഴയ ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചധികം പഴക്കമുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് ചുളിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് ഒരു പാത്രത്തിൽ ഹാൻഡ് വാഷ് ഒക്കെ എടുത്തിട്ട് ഒരു ബ്രഷ് ചെയ്തിട്ട് ഓരോന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ മുക്കിയെടുക്കുക ചെയ്യുക, പക്ഷെ കുറച്ചധികം ഹാൻഡ് വാഷ് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ബ്രഷ് കൊണ്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്രഷ് ഉപയോഗിക്കണ കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട. ദോശക്ക് തേക്കുന്ന സാധനത്തിൽ ഉപയോഗിക്കാം, പക്ഷെ അത് ഭക്ഷണത്തിന് സാധനങ്ങളല്ല, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത് കേട്ടോ. അതിന്റെ ഇടയിൽ നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ റൗണ്ട് ഉണങ്ങിയതിനു ശേഷം പിന്നെ ഹാൻഡ് വാഷ് എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് അതിലേക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെയും പേപ്പറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ സുലഭമായി കിട്ടുന്നതാണ്. അപ്പൊ ചീപ്പ് റേറ്റിൽ നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കാം. ഒന്ന് റെഡി ആയിക്കൂടെ? പറ്റുന്നവര് സമയമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ സെക്കൻഡ് റൗണ്ട് നമ്മുടെ പേപ്പർ സോപ്പ് ഉണങ്ങി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഈ കാണിക്കണ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചുളിഞ്ഞൊരു രൂപമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് അയൺ ബോക്സ് ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് റെഡി ആക്കി എടുത്തിട്ട് നല്ല ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് കുപ്പിയിലാക്കി സൂക്ഷിക്കും ചെയ്യുക. സ്കൂളിലേക്ക് കൊണ്ടുപോകണവർക്ക് അങ്ങനെയും കൊണ്ടുപോവാം. എല്ലാം ഹോം മെയ്ഡ് ആണ്, ചെലവൊന്നുമില്ല. അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എങ്ങനെയുണ്ട് എന്റെ പേപ്പർ സോപ്പ്?